ഹലോ, എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എൻ്റെ വരെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെന്ത് ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, നല്ലൊരു ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു വർക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സാരി ഉടുക്കുന്നവരാണ്. അപ്പോൾ സാരിയിൽ നമ്മൾ ബ്ലൗസിലൊക്കെ എന്തെങ്കിലും ഒരു ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ബൊട്ടിക്കിൽ അല്ലെങ്കിൽ ടൈലർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാരി ബ്ലൗസിന് തന്നെ 350 ആണ്. അതിൽ പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര പൈസയാണ്. ഒരു അവറിന് ആണ് പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു അവറിന് 250 വാങ്ങിക്കുന്നവരുണ്ട്, 350 വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കുറച്ച് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 10,000 വരെ ഒരു സാരി ബ്ലൗസിന് എടുക്കുന്ന ബൊട്ടിക്ക് ഉണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ നമ്മുടെ സാരി ബ്ലൗസിന് ഇത് ചെയ്യുക, എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ട്. അത് അന്നേരം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇനി എല്ലാവർക്കും നിങ്ങൾ പോലെ അറിയുമെന്ന്. കുറച്ച് ഹാൻഡ് വർക്കൊക്കെ അറിഞ്ഞാൽ മതി. ക്രോഷ്യ അറിയുന്നവരുണ്ടാവും, അല്ലാതെ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ അറിയുന്നവരുണ്ടാവും. അപ്പം നമ്മുടെ സാരി ബ്ലൗസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ വർക്ക് ചെയ്യാം. കണ്ടോ, ഇതിപ്പം ഞാൻ സാരി ബ്ലൗസ് പീസാണ്. ഇതിങ്ങനെയുള്ള കോട്ടൺ സാരിയാണ്. ആ കോട്ടൺ സാരിയിലാണ് ഞാനിപ്പോൾ ബ്ലൗസ് പീസിന് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ഈ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ കൈക്ക് ഇവിടെയാണ് വരിക, കൈയുടെ ഈ ഭാഗത്താണ് വരിക. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരും. ഇങ്ങനെയാണ്, ഇങ്ങനെ കയ്യിൽ അത് ടൈലർ തയ്ക്കുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെയാണ് ഇതിപ്പോൾ കയ്യിൽ വരിക. നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തായിട്ട് വരും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണുന്ന രീതിയിൽ പിന്നെ കൈയുടെ ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് വർക്ക് വേണ്ടെന്ന് വെച്ചാൽ കൈയുടെ ഭാഗത്ത് നമുക്ക് ക്ലോത്തിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് ബാക്ക് വശമൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് ഭാഗത്ത് അവർ ഏത് വശമാണ് ടൈലർ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം ഞാനിപ്പോൾ ഇത് 2 സൈഡിലെ കൈക്കും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഒരു സൈഡ് ഇവിടെയും ചെയ്തു, അതേപോലെ ഇതിൻ്റെ മറ്റേ സൈഡും ചെയ്തു. 2 സൈഡും ചെയ്തിട്ട് നല്ലൊരു കോട്ടൺ സാരിയാണ്. അപ്പോൾ ഒരുപാട് പ്ലെയിൻ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള വർക്ക് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയുള്ള വർക്ക് കൊടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോഷ്യ കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ ക്രോഷ്യ കൊടുത്തിട്ടില്ല. ക്രോഷ്യയുടെ ഈ കുഞ്ഞു ഫ്ലവർ ഫിറ്റ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാകും. പക്ഷെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ് കൊടുത്തത്. നല്ലൊരു വർക്കാണ് ഇതിൽ. പിന്നെ എന്നാലും വളരെ സിമ്പിളായിട്ടുള്ള വർക്കുമാണ്. എംബ്രോയ്ഡറി വർക്ക് ഭയങ്കര ടഫായിട്ടുള്ള വർക്കൊന്നുമല്ല. കാരണം എല്ലാവർക്കും ഇതിൽ ഇത് കുറച്ച് നേരിയ ക്ലോത്ത് ആയതുകൊണ്ട്, വളരെ നേരിയ ക്ലോത്താണ്. ഇങ്ങനെ നേരിയ ക്ലോത്ത് ആയതുകൊണ്ട് സൂചി നിറയെ നമ്മളിങ്ങനെ ഇട്ട് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് പിന്നി പോകാൻ ചാൻസ് ഉണ്ട്, കീറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം മൈനോട്ട് വർക്ക് കൊടുത്തിട്ടില്ല. എന്നാലും നല്ല ഭംഗിയിൽ ഞാനത് ചെയ്തു. നല്ല ഒരു വർക്കാണിത്. പിന്നെ ഒരുപാട് കാലം നിൽക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡ് എന്ന് വെച്ചാൽ കോട്ടൻ്റെ ത്രെഡാണ്. മെറ്റീരിയലും കോട്ടനാണ്, ത്രെഡ് ഉപയോഗിച്ചതും കോട്ടനാണ്. അങ്ങനെ മറ്റേ സിൽക്കി കോട്ടൺ ഒന്നല്ല, അങ്ങനെയുള്ള ത്രെഡൊന്നല്ല. നല്ല ഒരു കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല, പിന്നെ കളറൊന്നും പോവില്ല. പിന്നെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സാരി ബ്ലൗസ് ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ബൊട്ടിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ചാർജ് വാങ്ങിക്കും. മിനിമം 1000 രൂപയിലധികമേ വരുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, അവർക്ക് ഒരു അവറിന് 250 അവർ പൈസ വാങ്ങിക്കുന്നത്. ഇപ്പോൾ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം പിന്നെ ഞാനൊന്നും കൊടുക്കയില്ല. പിന്നെ എൻ്റെ വീട്ടിൽ പലരും കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, കല്യാണ ബ്ലൗസിനൊക്കെ ചെറിയ ആരി വർക്കൊക്കെ കൊടുത്തതിൽ വളരെയധികം 10,000 രൂപയൊക്കെ സാരി ബ്ലൗസിന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പിന്നെ ഹാൻഡ് വർക്ക് അറിയാം. അതുകൊണ്ട് എൻ്റെ സാരിയിലും എൻ്റെ സാരിയുടെ ബ്ലൗസിലും ഒക്കെ ഞാൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആർക്കും കൊടുക്കാറില്ല.
അപ്പോൾ എനിക്ക് ക്രോഷ്യ ആണെങ്കിൽ ഞാൻ ക്രോഷ്യ ചെയ്യും, സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്തിട്ട് ബ്ലൗസിലും ക്രോഷ്യ ആഡ് ചെയ്യും. അതല്ല പിന്നെ ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഹാൻഡ് വർക്ക്, അത് പിന്നെ സാരിയിലധികം ഹാൻഡ് വർക്കൊന്നും ചെയ്യില്ല, ക്രോഷ്യ തന്നെയാണ് ചെയ്യല്. സാരിയിൽ എപ്പോഴും ക്രോഷ്യ വർക്കാണ് ചെയ്തിട്ടുള്ളത്, ഹാൻഡ് വർക്ക് അങ്ങനെ. ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ബ്ലൗസിനൊക്കെ ചെയ്തത്. ഇതിൻ്റെ സാരിയിലൊന്നും ചെയ്തിട്ടില്ല. സാരിയിൽ ഇനി ചെണ്ട് ഫിറ്റ് ചെയ്യണം, ഈ കളറിലുള്ള ചെണ്ട് തുമ്പിന് സാരിയുടെ മുന്താണിക്ക് ഫിറ്റ് ചെയ്യണം. ബാക്കി വർക്കൊന്നും കൊടുക്കുന്നില്ല, പ്ലെയിനാണ് ഭംഗിയുണ്ടാവുക. ബ്ലൗസിന് മാത്രം വർക്ക് വരുമ്പോഴാണ് ഭംഗിയുണ്ടാവുക. സാരിയിലും ബ്ലൗസിലും എല്ലാ ഭാഗത്തും വർക്ക് വരുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല. എവിടെയെങ്കിലും ഒന്നിൽ നമുക്ക് വർക്ക് വേണ്ട, ഇല്ലെങ്കിലും അത് ഒരു ബ്യൂട്ടി കുറവായിരിക്കും. ഇങ്ങനെയാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തരെ ഇഷ്ടമാണ് അതൊക്കെ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ പുതിയ വർക്കുകളായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, പരിചയപ്പെടുത്തുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോസൊക്കെ ഒന്ന് പിന്നെ സെൻഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.